പൂരാടൻ നക്ഷത്രക്കാരെ തിരിഞ്ഞുകൊത്തുന്ന അല്ലെങ്കിൽ തിരിച്ചടിക്കുന്ന 12 കാര്യങ്ങൾ എന്നുള്ള ടൈറ്റിൽ കണ്ടിട്ടായിരിക്കും നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നത്. അതെ, പലപ്പോഴും പലരുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. തിരുമേനി, ഇപ്പോഴത്തെ ഈ ഒരു വിഷയത്തിൽ ഞാൻ ചെന്ന് പെട്ടുപോയി, ഇതൊന്നും അറിഞ്ഞില്ല. മുന്നേ കൂട്ടി ഇതൊക്കെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ ഈ പ്രശ്നത്തിലൊന്നും ചെന്ന് ചാടുകയില്ലായിരുന്നു. ഇത്രയും കഷ്ടപ്പാടുകൾ എനിക്ക് വന്നു കൂടുകയില്ലായിരുന്നു. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നും, ഇവരെ ഒന്ന് കൈപിടിച്ച് സഹായിക്കാൻ, ഇവർക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ, ഇവരുടെ സ്വഭാവത്തിൽ ഇവരുടെ പ്രകൃതത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് ഇവർക്ക് വ്യക്തി ജീവിതത്തിൽ നന്നായിട്ട് വരാൻ കഴിയുമെങ്കിൽ അതൊന്ന് സൂചിപ്പിച്ച് കൊടുക്കാൻ നമ്മളെ പോലുള്ള ആസ്ട്രോളജേഴ്സിന് കഴിഞ്ഞാൽ അത് വളരെ വലിയ കാര്യമല്ലേ. എല്ലാ കാര്യത്തിനും പൂജാ വഴിപാടുകൾ മാത്രമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മുടെ തന്നെ വ്യക്തി ജീവിതത്തിൽ ചില തിരുത്തലുകൾ വരുത്തിയാൽ അതെത്രമാത്രം ഭംഗിയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ അപ്രകാരം തന്നെയാണ് ഓരോ വിഷയത്തെയും കാണുന്നത്. ഞാനുമായിട്ട് സംസാരിച്ചിട്ടുള്ള മിക്കവർക്കും അറിയാം, അവനവനിലേക്കുള്ള തിരുത്തലുകൾക്കായിരിക്കും ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വഴിപാടും മറ്റു പൂജാ കാര്യങ്ങളുമൊക്കെ. അങ്ങനെ തന്നെ വേണമെന്നാണ് ഞാൻ ഇനിയും ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന 12 കാര്യങ്ങൾ പൂരാടൻ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവർ പ്രായോഗികതയിൽ വരുത്തിയാൽ അവർക്ക് കുറേയധികം മാറ്റങ്ങളുണ്ടാവും. ഞാൻ ഈ പറയാൻ പോകുന്ന അപകടത്തിൻ്റെ വക്കിലായിരിക്കും ചിലർ നിൽക്കുന്നത്. ചിലരാകട്ടെ ഇതിൽ പെട്ടുപോയിട്ടുണ്ടാവും. ചിലരാകട്ടെ ഇനി തൊട്ടടുത്തുള്ള കാലഘട്ടത്തിൽ ആ ഒരു വിഷയത്തിലേക്ക് ചെന്ന് ചേരുകയും ചെയ്യും. അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് തടയാൻ പറ്റും. അപ്പോൾ ഒന്നോർക്കുക, ഇതിൻ്റെ സമയദൈർഘ്യം, ഈ വീഡിയോയുടെ സമയദൈർഘ്യം ഇനി എത്രയോ ആകട്ടെ, ഇത് നിങ്ങളുടെ ജീവിതത്തിന് മുതൽക്കൂട്ടാകുന്ന ഒന്നാണ്. അല്ലാതെ ഇതിൻ്റെ സമയം ഒന്ന് നോക്കിയിട്ട് അയ്യോ ഇത്രയും ദൂരം ഉണ്ടോ, എന്നാൽ ഞാൻ വേറൊരു വീഡിയോ കണ്ടേക്കാം എന്ന് പറഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ എത്രയോ സമയത്തെയും ധനത്തെയും എല്ലാം നശിപ്പിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഇപ്പോൾ നിങ്ങളിവിടെ ഒരു സമയം ചിലവഴിക്കാൻ തയ്യാറായാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മുതൽക്കൂട്ടാകും. അതിന് സമയമില്ലാത്തവർ തീർച്ചയായിട്ടും പരാതിയൊന്നും പറയാതെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളൂ. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദന മഠം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം പൂരാടൻ നക്ഷത്രക്കാരുടെ വ്യക്തി ജീവിതത്തിലുണ്ടാകുന്ന കുറേയധികം പ്രയാസങ്ങളെക്കുറിച്ചും അവർക്ക് അതെങ്ങനെ തരണം ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പേ ഒന്ന് പറഞ്ഞോട്ടെ, ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ പിറന്നാളിന് ഒക്കെ സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി, പിറന്നാൾ അർച്ചന മുതലായൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ആ ചാനലിൽ ജോയിൻ ചെയ്യാം. അത് നിങ്ങൾക്ക് ജീവിതത്തിന് വളരെയധികം മുതൽക്കൂട്ടാകും. പൂരാടൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ തിരിച്ചടിക്കുന്ന ആദ്യത്തെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ വിരോധികളോട് വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം എന്നാണ്. മനുഷ്യജീവിതമാകുമ്പം പലതരത്തിലുള്ള വിരോധികൾ നമുക്കുണ്ടാവും. ചിലർ ശത്രുക്കളാവും. നമ്മളടുത്ത് അകൽച്ചയുണ്ടായി, ഒരു വിരോധം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒരാൾ ശത്രു ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ചിലപ്പോൾ താൽക്കാലികമായിട്ടുണ്ടായ ഒരു വിരോധം മാത്രമായിരിക്കും. ചിലർ ശത്രുക്കളാണ്, ജന്മനാ ഉള്ള ശത്രുക്കളുമുണ്ട്, അല്ലാതെ പിൽക്കാലത്ത് ശത്രുവായി മാറിയവരുമുണ്ട്. അപ്പോൾ ഈ ആരോ ആകട്ടെ, നമ്മൾ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം ഏതൊരു കാര്യത്തിലും എടുത്തു വയ്ക്കുന്നത് അത്ര കണ്ട് നല്ലതല്ല. ചിലപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയും പോലെ നമ്മുടെ ഉള്ളിലെ ശത്രുത ഒരിക്കലും കെട്ടടങ്ങുകയില്ല. ഒന്നിനും ക്ഷമിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായി വരും. എന്നും മാനസികപരമായിട്ടുള്ള സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മുടെ ശത്രുത ഒരിക്കലും ഇല്ലാതായി മാറുന്നുമില്ല. ഏതൊക്കെയോ സാഹചര്യത്തിൽ ഏതൊക്കെയോ വ്യക്തികളുമായിട്ട് നമുക്ക് മാനസികമായിട്ട് ചില അകൽച്ചകളുണ്ടായി. അതാണല്ലോ വിരോധം ഉണ്ടാവാൻ സാധ്യത. കാലം ഉണക്കാത്ത മുറിവുകളില്ല എന്ന് പറയും പോലെ മുമ്പ് നമ്മൾ അകൽച്ചയിലായിരുന്ന പലരിടത്തും ഇന്ന് ജീവിതത്തിൽ
ഇണക്കത്തിലായിരിക്കും. നാളെ പലപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അടുപ്പക്കാരെല്ലാം ചിലപ്പോൾ പിണക്കത്തിലേക്കും പോയേക്കാം. ഇത് മനുഷ്യജീവിതത്തിൻ്റെ സ്വാഭാവികമായ ഒരു രീതിയാണ്. പക്ഷേ വിട്ടുവീഴ്ചയില്ലാത്തൊരു മനോഭാവമാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ ഒരാൾക്ക് പിണങ്ങിപ്പോയി, അപ്പോഴുണ്ടായ ആ സമയത്തുണ്ടായ ഒരു സംഭവത്തിൻ്റെ പേരിൽ പിണങ്ങി. പക്ഷേ ഇനിയൊരു കാലഘട്ടത്തിലും ഇയാളുമായിട്ട് ഒരു രമ്യതയും ഇല്ല എന്ന് പറഞ്ഞ് അയാളെ ദ്രോഹിക്കാനൊക്കെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരിടത്തും കോംപ്രമൈസിന് തയ്യാറാകാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ സംഘർഷം ഒരിക്കലും വിട്ടുമാറുകയില്ല. മാത്രമല്ല, നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ചുവട് വയ്ക്കാത്തത് കൊണ്ട് ഈ വിരോധാഭാവം മാറുകയുമില്ല. എന്നെന്നും ഒരു വ്യക്തി നമുക്ക് ശത്രുവാകും. ഈ ഒരു വ്യക്തി എന്നല്ല അർത്ഥം, നമ്മൾ ആരുടെടുത്തൊക്കെ വിരോധം ഉണ്ടാവുന്നു അവരെല്ലാം നമ്മുടെ ശത്രുവായിക്കൊണ്ടിരിക്കും. ഒരിക്കലും അത് രമ്യതയിലേക്ക് വരുന്നില്ല. നമ്മുടെ ചുറ്റുപാടുകളിൽ ശത്രുക്കൾ കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് ശത്രുക്കൾ കൂടുന്നുണ്ട് എന്ന് പരാതി പറയുമ്പോൾ നമ്മുടെ മുന്നിൽ വിരോധിയായിട്ട് മുന്നേ ഉണ്ടായിരുന്ന പലരുമായിട്ട് നമ്മൾ എത്രത്തോളം ഇണങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഇണക്കവും പിണക്കവും ഒക്കെ ലൈഫിലുണ്ടായി വരും. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ച മനോഭാവങ്ങൾ നിങ്ങൾ കാട്ടിയേ മതിയാകും. ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം എന്തെന്ന് അറിയാത്ത ഒരാളായിരിക്കും. കാര്യം സന്തോഷം അനുഭവിച്ചു വരുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു ശത്രു വന്ന് നമ്മുടെ സന്തോഷത്തെ കെടുത്തും, അത് ഉറപ്പാണ്. അതുകൊണ്ട് ശത്രുക്കളുടെ എണ്ണം പാടെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വിരോധികളുടെ അടുത്ത് വിട്ടുവീഴ്ചയൊക്കെ കുറച്ചൊക്കെ ചെയ്യണം. ചില കാര്യങ്ങളൊക്കെ അത് അന്നത്തെ കാര്യമല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടുകളയണം, എങ്കിലേ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, ചില നേരങ്ങളിൽ അഹംഭാവം കൂടി നിൽക്കും. പുരാട നക്ഷത്രക്കാർ സമ്മതിച്ചിട്ടില്ല തങ്ങൾക്ക് അഹംഭാവം ഉണ്ടെന്ന്. കാരണം അവർക്ക് തങ്ങൾ കാട്ടുന്ന പ്രകൃതം അഹംഭാവമാണെന്ന് തിരിച്ചറിവില്ല. അതാണ് കാര്യം. ശരിക്കും പറഞ്ഞാൽ പുരാട നക്ഷത്രക്കാർക്ക് അഹംഭാവം ഉണ്ട് തന്നെ. ഇവർക്ക് ആരുടെ മുന്നിലും തല കുലിക്കാൻ ഇഷ്ടമില്ല. മാത്രമല്ല, ഒരു പ്രത്യേക ഇടത്ത് തനിക്ക് ഇന്ന രീതിയിൽ ആദരവ് കിട്ടണം എന്നൊക്കെ ഇവർക്കൊരു ബോധ്യം ഉള്ളിലുണ്ട്. അതൊന്നും കിട്ടിയില്ലെങ്കിൽ ഇവർ പെട്ടെന്ന് ദേഷ്യപ്പെടും. മാത്രമല്ല, തങ്ങൾക്കുള്ള ചില കാര്യത്തിന് മേൽ ഇവർക്ക് ആത്മവിശ്വാസമുണ്ട്. എനിക്ക് കഴിവുകളുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. പക്ഷേ ചില നേരങ്ങളിൽ ഈ ആത്മവിശ്വാസം ഒരളവും കൂടെ കൂടിയിട്ട് അഹങ്കാരത്തിലേക്ക് മാറാറുണ്ട്. ഇത് പലപ്പോഴും പുരാട നക്ഷത്രക്കാർക്ക് അറിയാൻ കഴിയില്ല. പക്ഷെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ മനസ്സിലാവും ഇപ്പോൾ ഇയാൾ കുറച്ച് അഹങ്കാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ആദ്യം അവർ ചെറിയ ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നീട് അത് നമ്മളടുത്ത് തന്നെ തുറന്നു പറയും. പക്ഷേ ഇതിനെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യമില്ലാത്ത നമ്മളാകട്ടെ, എനിക്കങ്ങനെയൊന്നും അഹങ്കാരമില്ല, നിൻ്റെ വാക്കിനാണ് കുഴപ്പം എന്നുള്ള രീതിയിൽ അവരടുത്ത് പ്രതികരിക്കും. മാത്രമല്ല, നമുക്ക് നല്ല ഉപകാരം ചെയ്യുന്ന പലരും പിൽക്കാലത്ത് നമ്മളിൽ നിന്ന് അകന്നു പോകാൻ ഇത് കാരണവുമാകും. അപ്പോൾ നമ്മളൊരു സ്വയം വിചിന്തനം നടത്തിയാൽ നമ്മുടെ ഉള്ളിലെ ആ അഹംബോധത്തെ തിരിച്ചറിയാൻ പറ്റും. കാര്യം നമ്മുടെ കോൺഫിഡൻസ് നല്ലത് തന്നെയായിരിക്കും. പക്ഷെ അത് ഒരു അതിര് വിടുന്നുണ്ടോ എന്നുള്ള ഒരു ജാഗ്രതയോടുകൂടിയുള്ള നിരീക്ഷണം നമ്മളെ തന്നെ നല്ലതിലേക്ക് നയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ആ വീക്ഷണഗതി ഇല്ലാത്തവരെല്ലാം ഇനി മുതലെങ്കിലും ആ രീതിയിലൊന്ന് ചിന്തിക്കുക. മൂന്നാമത്തെ കാര്യം, ശുദ്ധഹൃദയരാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ഷോഭിക്കും. അതെ, പൂരാട നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പം ഇവരുടെ നിഷ്കളങ്കമായ മാനസികാവസ്ഥയെ നമുക്കെടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. ആർക്ക് വേണമെങ്കിലും സേവനങ്ങൾ നൽകാൻ, അതായത് ദുഃഖിച്ചിരിക്കുന്നവരിലൊക്കെ ഇവർക്ക് ഭയങ്കര കരുണയാണ്. എല്ലാവരും സഹായിക്കണമെന്നൊക്കെ തന്നെയാണ് ഇവരുടെ ചിന്താഗതി. പക്ഷേ ഈ തെളിഞ്ഞ വെള്ളത്തിൽ ഒരു തുള്ളി മഷി വീണ് കഴിഞ്ഞാൽ അത് കലങ്ങിപ്പോകുന്നത് പോലെ ഈ ശുദ്ധഹൃദയരായ ഇവർക്ക് എല്ലാ കാര്യത്തെയും പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇവരെ വല്ലാതെ ദേഷ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളിൽ പോലും ഇവർ പെട്ടെന്ന് ക്ഷോഭിച്ചു എന്ന് വരും. അതുകൊണ്ട് തന്നെ ഈ പുരാട നക്ഷത്രക്കാർക്ക് ഉഗ്രമായ കോപം എന്നൊക്കെ ചിലർ പരാതി പറയാറുണ്ട്. ഇത് കാരണം ഇവർ ശുദ്ധരാണ്. ഈ ശുദ്ധരായ മനുഷ്യരെടുത്ത് ഇടപെടുമ്പോൾ അവർ ഒരുതരം പ്രൊവോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൂടാന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണം. പിന്നെ ഈ ശുദ്ധരായിട്ടുള്ള പുരാട നക്ഷത്രക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ചെറിയ കാര്യങ്ങളിൽ നമ്മളിങ്ങനെ വെട്ടിത്തുറന്ന് പറയുകയും ക്ഷോഭിക്കുകയും ചെയ്യാതിരിക്കുകയാണ് നല്ലത്. നമ്മുടെ നിഷ്കളങ്കമായ ഭാവമാണ് മറ്റുള്ളവർ ഏറെ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ആ ക്ഷോഭിച്ചിരിക്കുന്ന നമ്മളെ
കൂടെയുള്ളവർക്ക് പോലും ഇഷ്ടപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. മാത്രമല്ല ഇത്രയും നാൾ നമ്മളൊരു പൊതുസമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ നല്ല ഇമേജിനെ തകർക്കാനും നമ്മുടെ ഈ വൈകാരികമായിട്ടുള്ള പെട്ടെന്നുള്ള ഇടപെടൽ കാരണമാകും. അതുകൊണ്ട് തന്നെ ദേഷ്യത്തെ നിയന്ത്രണത്തിൽ വരുത്തേണ്ടത് ഓരോ പുരാട നക്ഷത്രക്കാരുടെയും ആവശ്യകത തന്നെയാണ്. നാലാമത്തെ കാര്യം, മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കുവാനുള്ള മടി. അതെ, പുരാട നക്ഷത്രക്കാർക്ക് സ്വന്തമായിട്ട് കുറച്ചധികം താല്പര്യങ്ങളുണ്ട്. ഒരു കാര്യത്തിന്മേൽ എങ്ങനെ പെരുമാറണം, ഇതിൽ എന്തൊക്കെ തീരുമാനങ്ങൾ കൈക്കൊള്ളണം എന്നൊക്കെ ഇവർ തന്നെ ചിന്തിച്ചു ഉറപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കൈകടത്തിയിട്ട് ആരെങ്കിലും ചില ഉപദേശങ്ങളൊക്കെ നൽകിയാൽ ഇവർക്ക് സ്വീകരിക്കാൻ മടിയായിരിക്കും. കാര്യം ഓൾറെഡി ഇവർ തന്നെ ഇതെങ്ങനെ വേണമെന്നുള്ളത് ഒരു ഡിസിഷനൊക്കെ നടത്തി വച്ചിട്ടുണ്ട്. ഒരു ആസൂത്രണം, പ്ലാനിങ് ഒക്കെ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ സ്വീകരിക്കില്ല ഇങ്ങനത്തെ ഉപദേശങ്ങളെന്നും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മാത്രമല്ല അറിവുള്ള ആൾക്കാർ. നമ്മൾ പറയുന്ന ഒരു കാര്യത്തെ കേട്ടറിയാനും നമുക്ക് നല്ല നിർദ്ദേശങ്ങൾ തരാനും ആ മേഖലയിൽ കഴിവുള്ള ഒട്ടനവധി പേരുണ്ട്. നിങ്ങൾക്ക് നൽകിയ ഉപദേശം അത് നല്ലതാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കാൻ മടി കാട്ടരുത്. നിങ്ങളൊരു പദ്ധതി ആസൂത്രണം ചെയ്തു എന്ന് പറഞ്ഞ് അതിൽ മാറ്റം വരുത്താൻ തയ്യാറാകില്ല എന്നുള്ളൊരു തീരുമാനത്തിലും വരരുത്. കാര്യം ഈ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുമ്പോൾ അവിടെ ഒരു സൈഡിലൊരു കോളം ഒഴിച്ചിടണം. കാര്യം വേറൊന്നുമല്ല, ഇനി ആരെങ്കിലും തരുന്ന ഉപദേശങ്ങൾ എൻ്റെ പദ്ധതിയുമായി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അത് എൻ്റെ പദ്ധതിക്ക് നന്മയാകുകയാണെങ്കിൽ ആ ഉപദേശത്തെ കൂടി സ്വീകരിക്കും ഒരു ഒഴിവിനുള്ള കോളമാണത്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങളും നമ്മൾ സ്വീകരിക്കുക. അതിൽ നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ, അത് ശുഭമാണെങ്കിൽ നമ്മൾ അതിനെയും കൂടി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കുക. അല്ല നമ്മൾ പ്ലാൻ ചെയ്തു വെച്ച് പോയി അതുകൊണ്ട് ഇത് തന്നെ നടപ്പിൽ വരുത്തും, മറ്റുള്ളവർ പറഞ്ഞു തരുന്നത് പൊട്ടത്തരമാണ് എന്നുള്ളൊരു സമീപനം പൊതുവിൽ നടത്താതിരിക്കുന്നത് ബുദ്ധിമാന്മാരുടെ ലക്ഷണമാണ്. കാരണം നമ്മൾ എല്ലാ വാതിലുകളെയും കൊട്ടിയടച്ചിട്ടാകരുത് നമ്മുടെ ചിന്താ പദ്ധതികൾ തയ്യാറാക്കേണ്ടത്. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഓപ്പൺ മെൻറ്റാലിറ്റി ഉപയോഗിച്ച് സ്വീകരിക്കുകയും കൂടി വേണം. എങ്കിലേ നമുക്ക് വളർച്ചയുള്ളൂ. അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം, ആരുടെയും നിയന്ത്രണത്തിൽ നിൽക്കുകയില്ല. അതെ, സ്വതന്ത്രകാംക്ഷികളാണ് പുരാട നക്ഷത്രക്കാർ. അവരുടെ കുറുക് ആരെങ്കിലും വന്നു കയറുന്നത് അവർക്കൊട്ട് ഇഷ്ടപ്പെടുകയില്ല. മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ടുള്ള ഏതൊരു കാര്യത്തിനും ഇവർ വളരെയധികം വിമുഖത പ്രകടിപ്പിക്കും. പ്രധാനമായിട്ടും തൊഴിൽ മേഖലകളിലാണ് ഇത് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുള്ളത്. നമ്മൾ ഒരു തൊഴിലിടത്ത് പോകുമ്പോൾ നമുക്ക് ഒരു മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പൊതുവിൽ കാണുമല്ലോ. അപ്പോൾ അദ്ദേഹം ചില നിർദ്ദേശങ്ങളൊക്കെ തന്നു എന്ന് വരും. പക്ഷേ ഈ പുരാട നക്ഷത്രക്കാർക്ക് അതിനെ അങ്ങോട്ട് സ്വീകരിക്കാൻ വളരെയധികം മടിയുണ്ടായിരിക്കും. കാരണം ഇവരുടെ ഈ നിയന്ത്രണത്തിൽ നിന്ന് പെരുമാറാൻ സാധ്യതമല്ലാത്ത മനസ്സ് ഇതിനൊക്കെ എതിർത്തുകൊണ്ടിരിക്കും. എങ്കിൽ തൊഴിലല്ലേ എന്നുള്ള രീതിയിൽ മുൻനിർത്തിയിട്ട് ഇവർ ചില നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കും. പക്ഷേ അങ്ങനെ നിന്ന് കൂടുതൽ കാലം അവിടെ നിലനിന്നു പോകാൻ ഇവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതകാലത്തിൽ വ്യത്യസ്തമായ തൊഴിൽ മേഖലകളിലൊക്കെ ചിലപ്പോൾ ഇവർ കടന്നു എന്ന് വരാം. മാത്രമല്ല ഒരു തൊഴിൽ ഉറച്ചു നിൽക്കുന്നവർ ആരുടെയെങ്കിലും നിയന്ത്രണത്തിലായി പോവുകയാണെങ്കിൽ ഇവർ വളരെയധികം മാനസിക സംഘർഷം നേരിട്ടുകൊണ്ടിരിക്കുന്നതായിട്ടും കാണാറുണ്ട്. കാര്യം അവിടെ എത്ര നല്ല തൊഴിലായാലും ശരി, മറ്റുള്ള ഒരാളുടെ നിയന്ത്രണത്തെ ഇവർക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ബിസിനസ്സിലോ മറ്റോ ഇറങ്ങിത്തിരിക്കുമ്പം ഇവിടെ ഇയാൾ തന്നെയാവും ബോസ്. അതായത് തന്നെ നിയന്ത്രിക്കേണ്ടത് തൻ്റെ മാത്രം ഉത്തരവാദിത്വം. അങ്ങനെയുള്ളിടത്തൊക്കെ പുരാട നക്ഷത്രക്കാർ കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് കാണപ്പെടാറുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കണം, എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല ബിസിനസ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു തൊഴിൽ മേഖല നിൽക്കുമ്പോൾ ആ തൊഴിൽ മേഖലയ്ക്കൊരു സ്വഭാവമുണ്ട്. ആ തൊഴിലിൻ്റെ വിജയമാണ് നിങ്ങളെപ്പോലുള്ള തൊഴിലാളികളെ അവിടെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുകളിലുള്ള ആൾ ആ കമ്പനിയുടെ എന്താവട്ടെ അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മളടുത്ത് ചില നിർദ്ദേശങ്ങളും ചില ടാർഗറ്റുകളൊക്കെ തന്നു എന്ന് വരും. അതിന്മേൽ നമ്മൾ ടെൻഷനായി പോകരുത്. അത് നമ്മുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് തന്നെ എടുക്കണം. അല്ലാതെ മറ്റൊരാൾ എന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലെ പരാതികൾ ചിലപ്പോൾ കുടുംബജീവിതത്തിൽ പോലും ഉണ്ടാവും, കുട്ടികളിലുണ്ടാവും, ഭാര്യയിലുണ്ടാവും, ഭർത്താവിലുണ്ടാവും. ഇത്തരം എല്ലാത്തിനെയും ഇങ്ങനെ എന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് ഇവർ എന്നുള്ള രീതിയിലല്ല
ചിന്തിക്കേണ്ടത്, ഈ സമൂഹജീവിയായ ഞാൻ ചിലപ്പോൾ ചില നിയന്ത്രണങ്ങൾക്കും വിധേയമാകേണ്ട ആവശ്യമുണ്ടായി വരും എന്നുള്ള പൊതുബോധത്തെയാണ് നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ വല്ലാതെ ടെൻഷനിലായി പോകും. ആറാമത്തെ കാര്യം, ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധക്കുറവ്. തീർച്ചയായിട്ടും അത് പറയേണ്ട കാര്യമാണ്. ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ചും ആരോഗ്യ ജീവിതത്തിന് വേണ്ടുന്ന കാര്യങ്ങളെ എപ്രകാരം നോക്കണമെന്നൊക്കെയുള്ള എല്ലാ ധാരണകളും പുരാട നക്ഷത്രക്കാർക്കുണ്ട്. പക്ഷേ സ്വന്തം കാര്യത്തിൽ ആരോഗ്യത്തിൽ നിയന്ത്രണമൊക്കെ വരുത്താൻ, ആ ആരോഗ്യത്തിനെ ദോഷപ്പെടുത്തുന്ന കാര്യങ്ങളെ ഒന്ന് മാറ്റിവെക്കാനൊക്കെ ഇവർ വല്ലാതെ കഷ്ടപ്പെടുന്നതായിട്ട് കാണാം. ഇതിൻ്റെ പ്രധാന കാര്യം ഇവരുടെ തിരക്കുകൾ തന്നെയായിരിക്കും. ഇവർക്ക് ഒരേ സമയം പല മേഖലകളിൽ വിരാജിക്കാനുണ്ടാവും. അപ്പോൾ അതിലൊക്കെ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് മനസ്സിൽ പലപ്പോഴും വിചാരിക്കും ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കണം, എക്സസൈസ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള പല പദ്ധതികൾ ഇവർ ആസൂത്രണം ചെയ്യും. ചിലപ്പോൾ ഏതാനും ദിവസങ്ങൾ ഇത് പാലിച്ച് മുന്നോട്ട് പോയെന്നും വരും. പക്ഷേ ഇവരുടെ ഈ തിരക്കുകളും മറ്റുമൊക്കെ ആകുമ്പം ഇതിൽ ലോപം വരികയും ഒടുവിൽ രോഗാഗ്രസ്തമായിട്ടുള്ള ശരീരവും മനസ്സുമൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്കൊരു പുനർവിചിന്തനം ഉണ്ടാവുന്നത്. ഞാൻ പോയ പാത ശരിയായിരുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത് എന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ ആദ്യമേ ഇത് ചെയ്യേണ്ടതല്ലേ. അതുകൊണ്ട് തന്നെ പുരാട നക്ഷത്രക്കാർ പൊതുവിൽ ചെയ്യേണ്ടുന്ന കാര്യം, ആരോഗ്യം, ശരീരമാണ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരവസ്ഥ വരുന്നത്. അത് ആരോഗ്യപരമായിട്ടുള്ള ശരീരമാകണമെങ്കിൽ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളിൽ നല്ല നിയന്ത്രണം കൊണ്ടുവരണം. ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ജീവിതം നയിക്കണമെങ്കിൽ കുറച്ച് ചിട്ടകളൊക്കെ ജീവിതത്തെ പാലിച്ചേ പറ്റുള്ളൂ. അതിന് നമ്മൾ മടി കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാവി ജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങൾ വന്നു ചേരുന്നതാണ്. ഏഴാമത്തെ കാര്യം, സ്വന്തം ഭാഗത്ത് ശരി എന്നുള്ള മട്ടിലുള്ള എപ്പോഴുമുള്ള പെരുമാറ്റം. കാര്യം മനസ്സിലായില്ലേ? മനുഷ്യ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും പറ്റാത്ത ആൾക്കാരും ഒന്നും ഉണ്ടാവുകയില്ല. പക്ഷെ പൂരാട നക്ഷത്രക്കാരായിരിക്കും അവരുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും തെറ്റും കുറ്റവും കുറഞ്ഞിട്ടുള്ള വ്യക്തി. കാരണം പൂരാട നക്ഷത്രക്കാർ തങ്ങളുടെ ഭാഗത്തെ എപ്പോഴും ശരിയായി കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എല്ലാ മനുഷ്യരിലും കുറഞ്ഞ അളവിലെങ്കിലും ഈ ഒരു സ്വഭാവം ഉണ്ടായി വരും. പക്ഷേ പൂരാട നക്ഷത്രക്കാരിൽ ഇത് കൂടുതലാണ്. തൻ്റെ കുറവുകളെ, തൻ്റെ പ്രശ്നങ്ങളെ മറച്ചു പിടിച്ചിട്ട് മറ്റുള്ളവർക്ക് ആണ് പ്രശ്നമെന്ന് ചിന്തിക്കുന്ന ഒരു തല ഇവർക്കുണ്ട്. ഇത് ഇവരെ പലപ്പോഴും മറ്റുള്ളവരുടെ ശത്രുവായി മാറ്റുന്നതിന് കാരണമാകും. മാത്രമല്ല സ്വന്തം തെറ്റുകൾ തുറന്നു പറയാനും അത് തിരുത്താനുമുള്ള മനോഭാവം ഇവരിൽ വളരെ വൈകിട്ടാണ് ഉണ്ടായി വരിക. പലപ്പോഴും ഇതിൻ്റെ കാരണം സ്വന്തം തെറ്റുകളെ ഇവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരു സ്വയം വിചിന്തനത്തിന് കുറച്ച് സമയമെടുത്ത് തൻ്റെ ഭാഗത്തെയും മറ്റൊരാളുടെ ഭാഗത്തെയും പൂർണ്ണമായി ചിന്തിച്ച് തൻ്റെ മേൽ വന്നിട്ടുള്ള പിഴവുകളെ തിരുത്താനുള്ള സമയം ഇവർക്ക് കിട്ടാറില്ല. പക്ഷേ ഓരോ ദിവസവും ഞാൻ ഇന്ന് ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണ്, നാളെ ഇത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത മനുഷ്യർക്ക് ഏവർക്കും ആവശ്യമാണ്, പ്രത്യേകിച്ച് പൂരാട നക്ഷത്രക്കാർക്ക്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ തെറ്റുകളുടെ കുമ്പാരം കൂടിക്കൊണ്ടിരിക്കും. നമ്മളുമായിട്ട് യോജിച്ച് പോകുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. അത് ഒരു ജീവിതത്തിൽ നമുക്ക് വലിയ പരാജയത്തെ സമ്മാനിക്കുകയും ചെയ്യും. എട്ടാമത്തെ കാര്യം, സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കണ്ണടച്ച് വിശ്വസിച്ച് സമയവും പണവുമൊക്കെ നഷ്ടപ്പെടുത്തും. ഇത് വളരെയധികം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പൂരാട നക്ഷത്രക്കാരിൽ ബഹുഭൂരിപക്ഷം പേർക്കും പറ്റിപ്പോകുന്നൊരു കാര്യമാണ്. ഒരാളെ വിശ്വസിച്ചു തുടങ്ങിയാൽ കണ്ണടച്ചങ്ങ് വിശ്വസിക്കുക എന്നുള്ളത്. ആദ്യം ഒരാളെ വിശ്വസിക്കാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ കുറേ കാരണങ്ങൾ കൊണ്ട് ഒരാളെ വിശ്വസിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അയാളെ കണ്ണടച്ച് വിശ്വസിക്കുക, അയാൾ പറയുന്നത് കേൾക്കുക, അയാൾക്ക് വേണ്ടിയിട്ട് കുറേയധികം സമയം ചിലവിടുക, പണം നഷ്ടപ്പെടുത്തുകയൊക്കെ ചെയ്യും. ഇത് നമ്മൾക്ക് ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. ഏതൊരു വ്യക്തിയെയും നമ്മൾ നിരീക്ഷണത്തിന് വിധേയമാക്കിയിട്ട് വേണം അയാളുമായിട്ടുള്ള ആ രഞ്ജനത്തിന്, അതായത് കൂടിച്ചേരലിന് സമയം കൊടുക്കേണ്ടത്. ഒരു വ്യക്തി ആദ്യകാലത്ത് നന്നായിരുന്നു എന്ന് പറഞ്ഞ് എല്ലാ കാലത്തും അയാൾ നന്നായിരുന്നു എന്ന അർത്ഥമില്ല. ഒരു വ്യക്തി ആദ്യകാലത്തും മോശമായിരുന്നു പിന്നെ അയാൾ നന്നായിക്കൂടാ എന്നുമില്ല. ചിലപ്പോൾ ഇതൊക്കെ വ്യക്തികളുടെ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നൊരാളെ മനസ്സിലാക്കിയിട്ട് ഇയാൾ നല്ലതാണെന്ന് വിചാരിച്ചിട്ട്
അയാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയവും പണമൊക്കെ വാരിക്കോരി ചിലവഴിക്കുമ്പോൾ ഇയാളുടെ പ്രകൃതം മാറുന്നുണ്ടോ എന്നുള്ള സാമാന്യമായ ഒരു നിരീക്ഷണവും കൂടി നമ്മൾ നടത്തണം. ഇല്ലെങ്കിൽ എന്തു പറ്റും? ഒടുവിൽ തെറ്റ് പറ്റിപ്പോയി എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലുള്ള പലതും നഷ്ടപ്പെട്ടു പോയിരിക്കും. ഇത് പുരാട നക്ഷത്രത്തിൽപ്പെട്ട പലർക്കും വരുന്നൊരു കാര്യമാണ്. നിങ്ങളിലും ഇതുണ്ടാവാൻ സാധ്യത ഏറെയാണ്. ജാഗ്രതയോടുകൂടി ഇടപെടുക. 9ാമത്തെ കാര്യം, കുറ്റം ചെയ്തിട്ടില്ലെങ്കിലും പഴി കേൾക്കും എന്നുള്ളതാണ്. ഇത് ഈ പുരാട നക്ഷത്രക്കാർക്ക് പറ്റിപ്പോകുന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ. പലപ്പോഴും ഇവർ വളരെ നിഷ്കളങ്കരാണ്, നിഷ്കളങ്കതയോടുകൂടിയാണ് കാര്യങ്ങളിൽ ഇടപഴകുന്നത്. പക്ഷേ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഇത് തെറ്റായി ഭവിക്കുകയും ഇവർക്ക് ഒരുപാട് പഴി കേൾക്കേണ്ടുന്ന ഒരവസ്ഥയും വന്നേക്കാം. ഇവർ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കാതെ ചിലപ്പം ചില മോശം പ്രവണതയുള്ളവരുമായിട്ട് ചില ഡീലിങ്സൊക്കെ നടത്തിയെന്ന് വരും. ഇവരുടെ ഉള്ളിൽ ശുദ്ധമായിരിക്കും, പക്ഷേ മറ്റേ ആളുടെ പ്രൊഫൈൽ, അയാളുടെ ക്യാരക്ടറൊക്കെ വളരെ മോശമായിരിക്കും. അപ്പോൾ എന്ത് പറ്റും? കാഴ്ചക്കാരനെ ഇവരെ കുറ്റം പറയാൻ കാരണമാകും. ഇത് മാത്രമല്ല, ഇവർ പലപ്പോഴും ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടുന്ന ആൾക്കാരായിരിക്കും. അവൻ അങ്ങനെ ചെയ്തു, ഇവൻ ഇങ്ങനെ ചെയ്തു, ഇങ്ങനത്തെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ ചില അപഖ്യാതകളൊക്കെ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട്. ഇത് പുരാട നക്ഷത്രക്കാരെ പലപ്പോഴും വല്ലാതെ ദുഃഖത്തിൽ ആഴ്ത്തുന്ന കാര്യമാണ്. ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ പരമാവധി ചെന്ന് പെടാനുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും നമ്മൾ ചെയ്യാത്ത കാര്യത്തിൽ കുറ്റം പറഞ്ഞു നടന്നു എന്ന് വെച്ച് അതിൽ കൂടുതൽ ഫീലും കൊടുക്കണ്ട. കാര്യം നമ്മൾ ഇതിന്മേൽ നിരാശയും ദുഃഖവും ഒക്കെ അനുഭവിക്കുന്നതാണ് പലർക്കും ഇഷ്ടം. പക്ഷേ നമ്മളിതിനെ വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മളെക്കുറിച്ച് ഇങ്ങനെ മോശം പറയാനുള്ള പ്രവണത പലരും വച്ച് കെട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഇത്തരം കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടേതല്ല, തെറ്റുകൊണ്ടല്ല ഇങ്ങനെ സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ഫീൽ ആകാതിരിക്കുകയാണ് പ്രധാനം. ഇത്തരക്കാർക്കെതിരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. 10ാമത്തെ കാര്യം, എടുത്തുചാട്ടം മൂലം ധനനഷ്ടം ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് ശ്രദ്ധിച്ചോളണം കേട്ടോ. പുരാണ നക്ഷത്രക്കാരിൽ ബഹുഭൂരിപക്ഷം പേരും ധനപരമായിട്ട് കുറച്ച് ക്ലേശത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണാറുണ്ട്. ചിലപ്പോൾ ആദ്യകാലത്തൊക്കെ നല്ലപോലെ ധനം ഉണ്ടായിരിക്കും, പിന്നീട് ഇവരുടെ കയ്യിലുള്ള പൈസയെല്ലാം പോയിട്ട് പിന്നീട് അന്നുള്ള കാര്യങ്ങൾക്ക് പോലും വളരെയധികം കഷ്ടതകളൊക്കെ അനുഭവിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇതിൻ്റെ പ്രധാന കാര്യം, ഇവർക്ക് കയ്യിൽ വരുന്ന ധനത്തെ എങ്ങനെ വിനിമയം എന്നൊക്കെയുള്ള അറിവിൽ ഒരു കേടുണ്ട്. പലപ്പോഴും ലാഭത്തിന് വേണ്ടിയിട്ട് ഇവർ ചില പ്രത്യേകം പദ്ധതികളിലൊക്കെ ധനം കൊണ്ടിട്ട് നഷ്ടപ്പെടുത്തും. ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ എന്തൊക്കെയോ ഊഹത്തിൻ്റെ പേരിൽ, ആരൊക്കെയോ പറഞ്ഞതിൻ്റെ പേരിലൊക്കെ ചില പ്രത്യേകം പദ്ധതികളിലൊക്കെ പണം നഷ്ടപ്പെട്ട എത്ര പേരെ എനിക്കറിയാമെന്നറിയുമോ? നമ്മൾ ഒരു കാര്യത്തിൽ എടുത്തു ചാട്ടം കാണിക്കാതിരിക്കുക പ്രധാനമാണ്. നമ്മൾ ഒരു കാര്യം കണ്ടു, അത് നല്ല വിലപിടിപ്പുള്ളതാണ്, നമ്മുടെ കയ്യിൽ കാശുണ്ട് എന്ന് കരുതി നമുക്കത് മേടിക്കാനൊന്നും സാധ്യമല്ല. എനിക്കിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കേണ്ട ആവശ്യമുണ്ടോ, ഇത് എന്താണ് അത്യാവശ്യം എന്നൊക്കെ ഉള്ളതെന്ന് ചിന്തിച്ചിട്ട് മാത്രമേ നമ്മളത് മേടിക്കാവൂ. അല്ല കാശ് കയ്യിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അത് പോയി ആ ഒരു സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വെച്ച് 2-3 ദിവസം കഴിയുമ്പം അത് വെറുതെ ആയിട്ട് അവിടെ വീട്ടിലിരിക്കുന്ന ഒരവസ്ഥ സൃഷ്ടിക്കരുത്. കാര്യം ധനമെന്ന് പറയുന്നത് നമുക്ക് ഇന്ന് വരും നാളെ പോകുന്ന ഒരു കാര്യമാണ്. അത് കൃത്യമായി സേവ് ചെയ്യുകയും കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ നമുക്കൊരു പ്രത്യേക ആവശ്യം വരുമ്പോൾ ഒരു പൈസയും കയ്യിലുണ്ടാവാത്ത തരം ഉണ്ടാവും. മാത്രമല്ല മറ്റുള്ളവരെ സഹായിച്ചും നമുക്ക് പെട്ടെന്നൊരു താല്പര്യം തോന്നിയിട്ട് മറ്റുള്ളവർക്ക് കുറച്ച് പൈസ അവരുടെ കഷ്ടപ്പാട് കണ്ടിട്ട് എടുത്തു കൊടുത്തു, അവസാനം അത് തിരികെ വരാതെ അവിടെ ഇവിടെയൊക്കെ കിടന്ന് അലയുന്ന എത്ര പേരെ കാണാൻ പറ്റും. ചിലപ്പോൾ ഒരു സ്ഥലം കണ്ടു, പിന്നെ ഒന്നും ചിന്തിക്കുന്നില്ല, അപ്പോഴും അഡ്വാൻസ് കൊടുത്തിരിക്കുക. പിന്നീട് ആ ഒന്നുകിൽ പൈസ നമുക്ക് വരാതിരിക്കും, അത് ലോണൊക്കെ എടുക്കുമ്പോൾ തിരിച്ചടയ്ക്കാൻ കഴിയാത്തവരും, അങ്ങനെ ഒരുപാട് സാമ്പത്തികപരമായിട്ടുള്ള കാര്യത്തിൽ ഇവർ എടുത്തിയാടി പ്രയാസങ്ങളുണ്ടാക്കും. കൃത്യമായ ആസൂത്രണത്തോടു കൂടി എൻ്റെ വരവെത്ര, എൻ്റെ ചിലവെത്ര, എൻ്റെ തിരിച്ചടവെത്ര, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് പുരാട നക്ഷത്രക്കാർ ഇറങ്ങിത്തിരിക്കാവൂ. ഇല്ലെങ്കിൽ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നിങ്ങളെ കീഴ്മേൽ മറിക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായി വരും. കരുതലോട് കൂടിയിരിക്കണം. 11ാമത്തെ കാര്യം, കുടുംബജീവിതത്തിൽ പഴയ കാര്യങ്ങൾ വില്ലനാകും എന്നുള്ളതാണ്. പുരാട നക്ഷത്രക്കാരുടെ കുടുംബജീവിതം അത്ര കണ്ട് ഗുണകരമല്ല എന്ന് പലർക്കും അറിയാം. കാര്യം എന്തെങ്കിലുമൊക്കെ ചെറിയ തട്ടലും മുട്ടലും ഒക്കെ കൂടിയാണ് പുരാട നക്ഷത്രക്കാരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്.
അല്ലാതെ നന്നായിട്ട് ജീവിച്ചു പോകുന്ന പലരുടെയും ദാമ്പത്യ ജീവിതത്തിൽ എടുത്തു നോക്കുമ്പോൾ അവരുടെ അഡ്ജസ്റ്റ്മെൻറ്റ് മെൻറ്റാലിറ്റി കൊണ്ടാണ് ആ ദാമ്പത്യ ജീവിതം നന്നായിട്ട് പോകുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. പുരാട നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിൽ എപ്പോഴും വില്ലനായി വരുന്നത് അവരുടെ പഴയ കാര്യങ്ങളെ ഓർമ്മിച്ച് പറയാനുള്ള ഒരു രീതിയാണ്. അതായത് മുൻകാലങ്ങളിൽ നടന്നുപോയൊരു സംഭവമായിരിക്കും, പക്ഷേ ഇവരത് മനസ്സിൽ നിന്ന് വിട്ടുകളയില്ല. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ഇവർ ആ പഴയ കാര്യത്തെ എടുത്തെടുത്ത് പറഞ്ഞ് കുടുംബജീവിതത്തിൽ സന്തോഷത്തെ കെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. ഇത് സ്ത്രീയിലും പുരുഷനിലും ഒരുപോലെ കാണപ്പെടുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരു കാര്യം, മോശപ്പെട്ട ഒരു കാര്യം ലൈഫിൽ നടന്നു കഴിഞ്ഞാൽ അതിനെ ആ ദിവസം വേണമെങ്കിൽ ചർച്ച ചെയ്തോളൂ, അത് എന്നിട്ട് അതിനെ മറന്നു കളയൂ. പിന്നെ അത് വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വന്ന് നല്ല മുഹൂർത്തങ്ങളെ പലപ്പോഴും മോശപ്പെടുത്തുന്ന പ്രവണതയുണ്ടെങ്കിൽ ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണിത്. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ഒട്ടേറെ താളപ്പിഴകൾക്ക് ഇത് കാരണമാകുമെന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും ഉണ്ടായി വരണം. ഇല്ലെങ്കിൽ ഡിവോഴ്സിൻ്റെയും അല്ലെങ്കിൽ രണ്ട് തട്ടിലേക്ക് മാറിപ്പോകുന്നതിൻ്റെയും ഒക്കെ ഒരു ഇടയിലൂടെ ഉള്ള ദാമ്പത്യ ജീവിതം അനുഭവിക്കാനായിരിക്കും നിങ്ങളുടെ വിധി. 12ാമത്തെ കാര്യം, ബഹുമാനം കിട്ടിയില്ലെങ്കിൽ ക്ഷോഭിക്കുന്ന പ്രകൃതം. മറ്റുള്ളവരുടെ ആദരവിനും ബഹുമാനത്തിനുമൊക്കെ വളരെയധികം താല്പര്യം കാണിക്കുന്നവരാണ് പൂരാടം നക്ഷത്രക്കാർ. ഒരു പ്രത്യേക സ്ഥാനത്ത് തങ്ങൾക്ക് ഇങ്ങനെയുള്ള ആദരം കിട്ടണമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. ഒരു കല്യാണ വീട്ടിൽ പോയാലും മറ്റേതെങ്കിലും സ്ഥലത്ത് പോയാലും തങ്ങൾക്ക് ഈ രീതിയിൽ ആദരം കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് വളരെയധികം അസ്വസ്ഥതയുണ്ടാവും, തന്നെ പരിഗണിച്ചില്ല എന്നുള്ള ബോധം ഉണ്ടാവും. അത്തരം സ്ഥലങ്ങളിൽ കൂടുതൽ നേരം നിൽക്കാനോ മറ്റോ ഇവർ തയ്യാറായില്ല എന്ന് വരും. ചിലപ്പോൾ ഇത് വെട്ടിത്തുറന്ന് പറഞ്ഞ് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഇവരുടെ ഉള്ളിലുണ്ടാകുന്ന ഈ മിഥ്യാബോധങ്ങൾ കാരണമാകും. ഒരു സ്ഥലത്ത് നമുക്ക് ആദരം കിട്ടുക എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ പ്രകൃതം കൊണ്ടാണ്, രണ്ടാമത് അവിടെ നിൽക്കുന്ന വ്യക്തികളുടെ സ്വഭാവം കൊണ്ടുമായിരിക്കാം. ചില വ്യക്തികൾക്ക് മറ്റുള്ളവരെ ആദരിക്കാനോ ബഹുമാനിക്കാനോ ഉള്ള അറിവുണ്ടാവില്ല, കഴിവുണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ സാഹചര്യം അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലായിടത്തും നമുക്ക് ആദരം കിട്ടണമെന്ന് നമ്മൾ വിചാരിച്ച് നിൽക്കേണ്ട. ഈ സമൂഹം അങ്ങനെയാണ്, പലതരത്തിലുള്ള സ്വഭാവമുള്ള ആൾക്കാരാണ്. ഒരാൾ ബോധപൂർവം നമ്മളെ ഇൻസൾട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മാറിപ്പോകുന്നതിൽ തെറ്റൊന്നുമില്ല. കാര്യം അങ്ങനെയുള്ള സ്ഥലത്ത് നിൽക്കേണ്ട ആവശ്യം നമുക്കില്ല. പക്ഷേ ചില വ്യക്തികൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലായിരിക്കും. ഒരാളെ ആദരിക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യത്തിൽ ധാരണയൊന്നും ഇല്ലായിരിക്കും. അവരുടെ അടുത്ത് നമ്മൾ ഇനിയിപ്പം എന്തെങ്കിലും തിരിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, അവരെ തിരുത്താനൊന്നും നമുക്ക് പറ്റില്ല. കാര്യം അവർക്ക് ആ വിഷയത്തിന് മേലെ അറിവുണ്ടായിരിക്കില്ല. ഇതിൻ്റെ ഒരു പേര് പറഞ്ഞ് നമ്മൾ ക്ഷോഭിച്ചിട്ടോ നമ്മുടെ മനസ്സിൽ ദേഷ്യം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. അത് നമ്മുടെ ആ ദിവസത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസത്തെ വല്ലാതെ മോശപ്പെടുത്തും. നമുക്കറിയാമല്ലോ, ഒരിടത്ത് നമുക്കൊരു ക്ഷോഭം ഉണ്ടായാൽ അത് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ആ വീട്ടിലുള്ളവരടുത്ത് പോലും പ്രകാശിപ്പിക്കപ്പെടും. സമൂഹത്തിൽ നമ്മൾ വേറെ അടുത്ത് പോകുമ്പോൾ അവരടുത്ത് കലഹിച്ച് സംസാരിക്കാനുള്ള അവസ്ഥ ഉണ്ടായി വരും. അതുകൊണ്ട് ഒരു പ്രത്യേക സ്ഥാനത്ത് നമുക്കൊരു ആദരവ് ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വ്യക്തികളുടെ അറിവ് കേടെന്ന് വിചാരിച്ച് നമ്മൾ മാറുന്നതായിരിക്കും. നമുക്കല്ല, ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന അങ്ങനെയല്ല, നമ്മളെ ബോധപൂർവ്വം അപമാനിച്ചതൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷേ വേറൊരു അവസരം കാലം നമുക്ക് തരും. ഇവരുടെ മുന്നിൽ ഏറ്റവും നന്നായിട്ട് തിളങ്ങാനുള്ള അവസരം ഈ കാലം അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവമുണ്ട് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യട്ടെ, കാലം തന്നെ നമുക്ക് അതിനുള്ള അവസരം തരും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലാതെ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ സമയത്തിറക്കി നോക്കുമ്പോൾ കൂടി വരുന്നു. നമുക്ക് വാട്സപ്പ് ചാനലിലൂടെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇത്രയും നേരം സസൂക്ഷ്മം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയും. ഒരു മാസത്തേക്കുള്ള കാര്യങ്ങളിലായിരിക്കും ഉൾക്കൊള്ളിക്കുക. കൂടുതലായിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഓരോ വീഡിയോയ്ക്ക് കീഴേ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇത് രേഖപ്പെടുത്തിയാൽ മതി. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി. അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചേൽക്കുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ, ഹരിചന്ദ്ര മഠം. നമസ്തേ.